എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ക്ലാസ് കേറ്റഡ് പരീക്ഷയ്ക്കും അതുപോലെ UPSC പരീക്ഷയ്ക്കുമൊക്കെ ആവശ്യമായ ഇംഗ്ലീഷ് സംബന്ധമായ ക്ലാസ് ആണ്. ഇന്ന് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 2012 മുതൽ 2019 വരെയുള്ള കേറ്റഡ് പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു സെന്റൻസിനെ ഊന്നി പറയുന്നതിന് വേണ്ടി ആ സെന്റൻസിന്റെ അവസാനം ചേർക്കുന്ന ചെറിയ ചോദ്യങ്ങളെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിനെ ഊന്നി പറയുന്നതിന് വേണ്ടി ആ സെന്റൻസിന്റെ അവസാനം ചേർക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് അഥവാ ചെറിയ ചോദ്യങ്ങളെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹി ഈസ് എ ടീച്ചർ, അവൻ ഒരു ടീച്ചറാണ്. അതിനെ ഊന്നി പറയുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ അവസാനം ചേർക്കുന്നു ഈസ് ഇൻഡ് ഹി. ഈസ് ഇൻഡ് ഹി എന്ന അതിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങളാണ് അതിന് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമ്മൾ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കുക. ഹി ഈസ് എ ടീച്ചർ, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള ഭാഗം ക്വസ്റ്റ്യൻ ടാഗ് ആണ്, അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പറയാം. ഹി ഈസ് എ ടീച്ചർ. ആ സെന്റൻസിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിലുള്ള ഓക്സിലറി വെർബ് ഏതാണ് എന്ന് നോക്കുക. അതിനെ ആദ്യം എടുത്തെഴുതുക. ഹി ഈസ് എ ടീച്ചർ എന്നതിലെ ഓക്സിലറി വെർബാണ് ഈസ്. നമ്മൾ സെന്റൻസുകൾ പരിശോധിച്ചാൽ 24 ഓക്സിലറി വെർബുകളിൽ ഏതെങ്കിലും ഒരു സെന്റൻസിൽ ഉണ്ടായിരിക്കും. ഏതാണ് ഈ ഓക്സിലറി വെർബുകൾ? അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഡു, ഡസ്, ഡിഡ്, ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to, നീഡ്, ഡയർ, യൂസ് ടു. ഇവയാണ് സാധാരണ സെന്റൻസുകളിൽ വരാറുള്ള ഓക്സിലറി വെർബുകൾ. അപ്പോൾ ഈ സെന്റൻസിൽ നമ്മൾ ഈ പറയുന്ന ഹി ഈസ് എ ടീച്ചർ എന്നതിലുള്ള ഓക്സിലറി വെർബ് ഏതാണ്? ഈസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഈസ് എന്ന് എഴുതുന്നു. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സെന്റൻസ് ഒന്നുകൂടെ വായിച്ചു നോക്കുക, അതിന്റെ അർത്ഥം നോക്കുക. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. ഹി ഈസ് എ ടീച്ചർ, അവൻ ഒരു അധ്യാപകനാണ്. ആണ് എന്നാണ് അർത്ഥം വരുന്നതെങ്കിൽ ആ സെന്റൻസ് ഒരു പോസിറ്റീവ് ആണ്. ഇനി അങ്ങനെ അല്ല, അവനൊരു അധ്യാപകനല്ല എന്നാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ആണ് എന്നർത്ഥം വരുന്ന സെന്റൻസുകൾ പോസിറ്റീവും അല്ല എന്നർത്ഥം വരുന്നത് നെഗറ്റീവ് സെന്റൻസുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഒരു സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഹി ഈസ് എ ടീച്ചർ എന്നത് പോസിറ്റീവ് സെന്റൻസ് ആണ്, അവൻ ഒരു അധ്യാപകനാണ് എന്നാണ്. അതുകൊണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ അതിൽ അല്ല എന്ന അർത്ഥം വരുന്ന നോട്ട് നമ്മൾ ചേർക്കണം. നോട്ട് എന്ന് പൂർണ്ണമായിട്ട് എഴുതേണ്ടതില്ല. ആ എഴുതിയ രൂപം നമ്മൾ ശ്രദ്ധിക്കുക. എൻ എന്നതിന് ശേഷം മുകളിൽ ഒരു അപ്പോസ്ട്രോഫി ഇട്ടതിന് ശേഷം ടി എന്ന് എഴുതിയിരിക്കുക. നോട്ട് എന്നതിൽ ഓ എഴുതിയിട്ടില്ല. ആ എഴുതിയ രൂപം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് എന്ന് എഴുതുക. വായിക്കുമ്പോൾ ഇൻഡ് എന്ന രീതിയിലാണ് വായിക്കുക. ആദ്യം ഈസ് നമ്മൾ എഴുതി, പിന്നെ ഇപ്പോൾ നോട്ട് എഴുതി. അപ്പോൾ അത് വായിക്കുക ഈസിൻഡ് എന്നാണ്. ശേഷം നമ്മൾ ചെയ്യുക. അപ്പോൾ 2 കാര്യം നമ്മൾ ചെയ്തു. ഒന്ന് ഓക്സിലറി വെർബ് എഴുതി, ശേഷം അതിന് ശേഷം നോട്ട് എന്ന് എഴുതി. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ആ സെന്റൻസിലുള്ള സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്ന പ്രോനൗൺ എഴുതുക. ഹി ഈസ് എ ടീച്ചർ എന്നതിലെ സബ്ജക്റ്റ് ഏതാണ്? ഹി ആണ്. ആ ഹി, ഇവിടെ ഹി എന്നത് ഒരു പ്രോനൗൺ തന്നെ ആയതുകൊണ്ട് ആ പ്രോനൗൺ ഇങ്ങോട്ട് എഴുതിയാൽ മതി. ചിലപ്പോൾ ആ സ്ഥാനത്ത് റാം എന്നോ റഹീം എന്നോ സീത എന്നോ ഒക്കെ ഉണ്ടാകും. അപ്പൊ അതിനോട് യോജിക്കുന്ന, ആ പേരിനോട് യോജിക്കുന്ന പ്രോനൗൺ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഹി എന്നോ ഷീ എന്നോ, ആണാണെങ്കിൽ ഹി എന്നും പെണ്ണാണെങ്കിൽ ഷീ എന്നും എഴുതേണ്ടി വരും. ഇനി വേറെ പ്ലൂറൽ ആണെങ്കിൽ ദേ എന്ന് എഴുതേണ്ടി വരും, ചിലപ്പോൾ വി എന്ന് എഴുതേണ്ടി വരും. ഏതായിരുന്നാലും അതിനോട് യോജിച്ചിട്ടുള്ള, സബ്ജക്റ്റിനോട് യോജിച്ചിട്ടുള്ള പ്രോനൗൺ ആണ് എഴുതേണ്ടത്. അപ്പൊ 3 കാര്യം ഇപ്പൊ നമ്മൾ എഴുതി. അത് ഈസ് എന്ന ഓക്സിലറി വെർബ് എഴുതി, ശേഷം നോട്ട് എന്ന് ചുരുക്കി എഴുതി, പിന്നെ ഹി എന്ന സബ്ജക്റ്റ് എഴുതി.
നാലാമതായി ഒരു കാര്യം കൂടിയാണ് നമ്മൾ ചെയ്യാനുള്ളത്, അതിന്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2017 LD ക്ലർക്ക് പരീക്ഷയിൽ എറണാകുളം, കണ്ണൂർ ജില്ലകളിലായി വന്ന ചോദ്യമാണ് ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. അവൾ അവളുടെ ജോലി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് ചോദ്യം. ഇതിലേക്ക് നോക്കുമ്പോൾ ഹാസ് എന്ന ഓക്സിലറി വെർബ് നമ്മൾ കാണുന്നു. അതാണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ എയിലും ബിയിലുമാണ് ഹാസ് ആദ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് സിയും ഡിയും നമുക്ക് ഒഴിവാക്കാം. ശേഷം ഈ സെന്റൻസ് പോസിറ്റീവാണ്, പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് ഹാസിൻഡ് എന്നാണ് വേണ്ടത്. അതുകൊണ്ട് എ ആണ് ശരി എന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എ എന്ന ഓപ്ഷനാണ് ശരി. ഒരു കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യം, വി ജസ്റ്റ് കാണ്ട് ഡു ഇറ്റ്. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കുക. ഇതിലേക്ക് നോക്കുമ്പോൾ ക്യാൻ എന്ന ഓക്സിലറി വെർബ് അവിടെയുണ്ട്. അതുകൊണ്ട് അത് എടുത്തെഴുതുക, ക്യാൻ. ശേഷം ഈ സെന്റൻസ് നെഗറ്റീവാണ്, അഥവാ കാണ്ട് എന്നാണ്, അഥവാ നോട്ട് എന്ന് അവിടെയുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം, അതിൽ നോട്ട് ചേർക്കരുത്. പിന്നെ സബ്ജക്റ്റ് വി ആണ്, ആ വി എടുത്തെഴുതുക. അപ്പോൾ ഉത്തരം ക്യാൻ വി. സി എന്ന ഓപ്ഷനാണ് ശരി, ക്യാൻ വി. ഒരു കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യം, യു ഹാവ് ഫിനിഷ്ഡ് റീഡിംഗ്. നീ വായന പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ ഹാവ് എന്ന ഓക്സിലറി വെർബ് എഴുതുന്നു. ശേഷം ഈ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് എന്ന് ക്വസ്റ്റ്യൻ ടാഗിൽ ചേർക്കുന്നു, ഹാവിൻഡ്. അത്ര തന്നെ കണ്ടാൽ മതി, സി ആണ് ഉത്തരം എന്ന് മനസ്സിലാക്കാൻ. ശേഷം സബ്ജക്റ്റ് ആയിട്ടുള്ള യുവിനെ കൂടി എഴുതുക, ഹാവിൻഡ് യു. സി ആണ് ശരിയായിട്ടുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഓക്സിലറി വെർബിനെ എടുത്തെഴുതുകയാണ്. സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് ആ സെന്റൻസിൽ കാണുന്ന ഓക്സിലറി വെർബിനെ നമ്മൾ എടുത്തെഴുതണം എന്ന്. പക്ഷേ പല സെന്റൻസുകളും പരിശോധിച്ചാൽ അവയിൽ നമുക്ക് ഓക്സിലറി വെർബുകൾ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡു എന്നോ ഡസ് എന്നോ ഡിഡ് എന്നോ എഴുതേണ്ടി വരും. അതെന്ത് എഴുതും? എന്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇവ എഴുതും? എല്ലായിടത്തും ഡിഡ് എന്ന് എഴുതാൻ പറ്റുമോ? എല്ലായിടത്തും ഡു എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ലേ? അതെങ്ങനെയാണ് നിർണ്ണയിക്കുക? നമുക്ക് നോക്കാം. നമ്മളൊരു സെന്റൻസ് പരിശോധിച്ചപ്പോൾ അതിൽ ഓക്സിലറി വെർബുകളൊന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ല. പക്ഷെ ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഡു എന്നോ ഡസ് എന്നോ ആയിരിക്കും എഴുതേണ്ടി വരിക. ഉദാഹരണം നോക്കാം. ഇത് ഏറ്റവും അവസാനത്തെ വരിയിൽ ഒരു ഉദാഹരണം കാണാമല്ലോ. ഷീ റൈറ്റ്സ് നീറ്റ്ലി. അവൾ വൃത്തിയായിട്ട് എഴുതുന്നു. ഷീ റൈറ്റ്സ് നീറ്റ്ലി. അത് 3 വാക്കുകളാണുള്ളത്. ആ 3 വാക്കുകൾ നമ്മൾ നോക്കിയാൽ അതിലൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ 24 ഓക്സിലറി വെർബുകളിൽ ഒന്നുപോലും ഇല്ല. അപ്പോൾ പിന്നെ ഓക്സിലറി വെർബ് എവിടെ നിന്ന് കിട്ടും? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ഓക്സിലറി വെർബാണല്ലോ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ വെർബ് ശ്രദ്ധിച്ചു നോക്കുക, റൈറ്റ്സ്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. പിന്നെ ഇതിന്റെ അവസാനം ഒരു എസ് വർദ്ധിച്ചു വരുന്നത് കാണാമല്ലോ. റൈറ്റ് എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. ഇവിടെ റൈറ്റ്സ് എന്നൊരു എസ് കൂടി വന്നിരിക്കുകയാണ്. വെർബിന്റെ അവസാനം അങ്ങനെ എസ് എന്നോ ഇ എസ് എന്നോ ഒക്കെ വർദ്ധിച്ചു വരികയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഡസ് എന്ന ഓക്സിലറി വെർബ് ഉണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാം. അതിന്റെ ഉള്ളിൽ ഡസ് എന്ന ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. ആ ഓക്സിലറി വെർബിനെ നമ്മൾ എടുത്തെഴുതുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്. അവൾ വൃത്തിയായി എഴുതുന്നു. എഴുതുന്നില്ല എന്നാണെങ്കിൽ നെഗറ്റീവ് ആണ്. എഴുതുന്നു എന്നതുകൊണ്ട് പോസിറ്റീവ് ആണ്. അപ്പൊ ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആവണം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ നോട്ട് എന്ന് എഴുതുക. നോട്ട് എന്ന് പൂർണ്ണമായിട്ട് എഴുതില്ല, അതിൽ ഓ എഴുതാതെ ഈ ചുരുക്കി ആണ് എഴുതുക. അപ്പൊ ചേർത്ത് വായിക്കുമ്പോൾ ഡസിൻഡ് എന്നാണ് വായിക്കുക. ശേഷം സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്ന പ്രോനൗൺ എടുത്തെഴുതുക. ഷീ എന്നത് എടുത്തെഴുതി ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അപ്പൊ ഡസിൻഡ് ഷീ എന്നാണ് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടായിരിക്കുക. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു വാചകമാണെങ്കിലും അതിൽ ഓക്സിലറി വെർബുകളൊന്നുമില്ല. പക്ഷെ അതിലുള്ള വെർബ്, ആ വെർബിൽ ഇതുപോലെ എസ്സും ഉണ്ടാവില്ല ചില നേരത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
ഇതിൽ മൂന്നാമത്തെ വരിയിലുള്ള ഉദാഹരണം ശ്രദ്ധിക്കുക. ദേ റൈറ്റ് നീറ്റ്ലി, അവർ വൃത്തിയായിട്ട് എഴുതുന്നു. മൂന്നാമത്തെ വരിയിലുള്ള ഉദാഹരണം ശ്രദ്ധിക്കുക. ദേ റൈറ്റ് നീറ്റ്ലി, ദേ റൈറ്റ് നീറ്റ്ലി. 3 വാക്കുകളാണുള്ളത്. അതിൽ ഓക്സിലറി വെർബുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ അതിനെ വിലയിരുത്തി നോക്കുമ്പോൾ നമുക്ക് കാണാം അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. റൈറ്റ് എന്ന വെർബ് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. ആ റൈറ്റ് എന്ന വെർബിൽ എസ് ഇല്ല. എസ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കതിനെ അതിൽ ഡസ് ഉണ്ട് എന്ന് വിചാരിച്ച് ആ ഡസ് എന്ന ഓക്സിലറി വെർബ് എടുത്ത് എഴുതാമായിരുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഡസ് ഇല്ല, പകരം ഡു എന്നാണ് ഉള്ളത്. ഡു, ആ ഡുവിനെയാണ് നമ്മൾ എഴുതേണ്ടത്. അതാണ് അവിടെ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ്. ശേഷം ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആവണം. അതുകൊണ്ട് നോട്ട് എന്ന് എഴുതുക. നോട്ട് എന്ന് പൂർണ്ണമായിട്ട് എഴുതേണ്ടതില്ല, അതിനെ ചുരുക്കി എഴുതുക. അപ്പൊ ഡോണ്ട് എന്ന് നമ്മൾ എഴുതി. ശേഷം ദേ എന്ന സബ്ജക്റ്റ് എടുത്ത് എഴുതുന്നു, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. ഡോണ്ട് ദേ. അപ്പൊ അത് നമ്മൾ പഠിച്ചു. ഒരിടത്ത് ഡസ്, പിന്നെ ഡു. ഇനി എപ്പോഴാണ് ഡിഡ് എന്ന് കിട്ടുക എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് നമ്മൾ ശ്രദ്ധിച്ചാൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് എങ്കിൽ അതിന്റെ ഉള്ളിൽ ഡിഡ് എന്ന ഓക്സിലറി വെർബ് ഉണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഉദാഹരണം, ഏറ്റവും അവസാനത്തെ വരിയിലുള്ള ഉദാഹരണം നോക്കൂ. ഹി റോട്ട് നീറ്റ്ലി, അവൻ വൃത്തിയായിട്ട് എഴുതി. ഇവിടെ പ്രത്യക്ഷത്തിൽ ഓക്സിലറി വെർബുകളൊന്നും കാണാനില്ല. പിന്നെ റോട്ട് എന്ന വെർബ് നമുക്ക് കാണാം. ആ വെർബിലേക്ക് നമ്മൾ നോക്കുക. ആ റൈറ്റ് എന്നതിന്റെ പാസ്റ്റ് ആണ് റോട്ട് എന്ന് മനസ്സിലാക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ പ്രത്യക്ഷത്തിൽ ഓക്സിലറി വെർബുകളൊന്നും കാണാത്തത് കൊണ്ട് റോട്ട് എന്നതിന്റെ ഉള്ളിൽ ഡിഡ് എന്ന ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. ആ ഡിഡിനെ എടുത്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാം. അങ്ങനെ ഡിഡ് എന്ന ഓക്സിലറി വെർബ് നമ്മൾ എഴുതുന്നു. ശേഷം ഈ സെന്റൻസ് പോസിറ്റീവ് ആയതിനാൽ നോട്ട് എന്ന് ചുരുക്കി എഴുതുന്നു. ശേഷം ഹി എന്ന സബ്ജക്റ്റിനെ, ആ സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്ന പ്രോനൗണിനെ നമ്മൾ എടുത്തെഴുതുന്നു. അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ, പ്രത്യക്ഷത്തിൽ ഓക്സിലറി വെർബുകൾ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ ഓക്സിലറി വെർബുകളെ കണ്ടെത്തുക. അപ്പൊ താഴെ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നത് കാണാമല്ലോ. എങ്ങനെ നമുക്ക് ഒരു വെർബിൽ നിന്ന് ഡു, ഡസ്, ഡിഡ് എന്ന ഓക്സിലറി വെർബുകൾ എടുക്കാം എന്ന്. ആദ്യം റൈറ്റ് എന്നാണ്. റൈറ്റ് എന്നാൽ ഡു പ്ലസ് റൈറ്റ് എന്നാണ്. അഥവാ റൈറ്റ് എന്നാണ് ഉള്ളതെങ്കിൽ അതിന്റെ ഉള്ളിൽ ഡു എന്ന ഒരു ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കും. എന്നാൽ റൈറ്റ്സ് എന്നാണെങ്കിലോ ഒരു എസ് കൂടി അധികം വന്നാൽ അതിന്റെ ഉള്ളിൽ ഡു എന്നല്ല ഡസ് എന്ന ഓക്സിലറി വെർബ് മറിഞ്ഞു കിടപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അത് പാസ്റ്റ് ആയി റോട്ട് എന്നായാൽ അതിന്റെ ഉള്ളിൽ ഡിഡ് എന്ന ഓക്സിലറി വെർബ് മറിഞ്ഞു കിടപ്പുണ്ട്. ഡിഡ് പ്ലസ് റൈറ്റ് എന്നതാണ് റോട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസുകളിലും ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ എളുപ്പം സാധിക്കും. കേട്ടൽ പരീക്ഷയിലെ ചോദ്യമാണ്, സം പീപ്പിൾ സ്റ്റിൽ ത്രോ വേസ്റ്റ് അറൌണ്ട് ദി സിറ്റി. സം പീപ്പിൾ സ്റ്റിൽ ത്രോ വേസ്റ്റ് അറൌണ്ട് ദി സിറ്റി. ഇതിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ ഓക്സിലറി വെർബുകളൊന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ല. അപ്പോൾ പിന്നെ ഇതിലെ വെർബിലേക്ക് നോക്കുക, ത്രോ. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എന്ന്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഡു എന്ന ഓക്സിലറി വെർബ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. ശേഷം കുറച്ചാളുകൾ ഇപ്പോഴും സിറ്റിക്ക് ചുറ്റും വേസ്റ്റുകൾ എറിയുന്നു എന്നാണ്. അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ടാഗ്, ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഡോണ്ട് എന്ന് വരണം. സം പീപ്പിൾ ആണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ദേ ആണ് സബ്ജക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഡോണ്ട് ദേ. എ ആണ് ഉത്തരം. മറ്റൊരു കേട്ടൽ പരീക്ഷയിലെ ചോദ്യം, ഹെർ അങ്കിൾസ് ന്യൂ നത്തിങ് അബൌട്ട് ഇറ്റ്. അവളുടെ അമ്മാവന്മാർ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ തയ്യാറാക്കും? ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഓക്സിലറി വെർബുകളൊന്നും തന്നെ കാണാനില്ല. അതുകൊണ്ട് പിന്നെ ന്യൂ എന്ന വെർബിലേക്ക് നോക്കുക. നോ എന്നതിന്റെ പാസ്റ്റ് ആണ് ന്യൂ എന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഡിഡ് എന്ന ഓക്സിലറി വെർബ് ഉണ്ട്. അത് നമ്മൾ എടുത്തെഴുതുന്നു. അതുകൊണ്ട് തന്നെ എയും ബിയും നമുക്ക് ഒഴിവാക്കാം. ഒന്നിൽ ഡസും ഒന്നിൽ ഡു ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് അത് രണ്ടും ഒഴിവാക്കാം. സിയിലും ഡിയിലും തുടക്കം ഡിഡ് എന്നാണ്. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും ശരി. പിന്നെ ഈ സെന്റൻസ് ഒന്നുകൂടി വായിച്ചു നോക്കാം.
അവളുടെ അമ്മാവന്മാർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ്. ന്യൂ നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആണ്, ഇല്ല എന്നാണല്ലോ അർത്ഥം വരുന്നത്. അതുകൊണ്ട് നോട്ട് ചേർക്കരുത്. അപ്പൊ നോട്ട് ചേർക്കാത്തത് ഡി മാത്രമാണ്. അതുകൊണ്ട് ഡി ആണ് ഉത്തരം. നേരത്തെ നമ്മൾ 24 ഓക്സിലറി വെർബുകളെ കുറിച്ച് പറഞ്ഞു. ആ കൂട്ടത്തിൽ 3 ഹാവ്, ഹാസ്, ഹാഡ്. ഇവക്കൊരു പ്രത്യേകതയുണ്ട്. ഇവ ഓക്സിലറി വെർബുകളായിട്ടും വരും, അതേപോലെ ചിലപ്പോൾ മെയിൻ വെർബുകളായിട്ടും വരും. ഇവയുള്ള സെന്റൻസുകളിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാസ് എന്ന് കാണുമ്പോഴേക്ക് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ ചാടി പുറപ്പെടരുത്. ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഇവ മെയിൻ വെർബ് ആയിട്ടാണോ അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ആയിട്ടാണോ വന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ഓക്സിലറി വെർബ് ആയിട്ടാണ് വന്നിട്ടിരിക്കുന്നതെങ്കിൽ അവ ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാം. എന്നാൽ മെയിൻ വെർബ് ആയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ, ഹാസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഡസ് എന്നും, ഹാവ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഡു എന്നും, ഹാഡ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഡിഡ് എന്നുമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഒരു ഉദാഹരണം നോക്കാം. ഷീ ഹാസ് എ ഫെറാറി കാർ. അവൻ ഒരു ഫെറാറി കാർ ഉണ്ട്. ഇവിടെ ഹാസ് എന്നത് മെയിൻ വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഹാസ് എന്ന് എഴുതാൻ പാടില്ല. അവിടെ നമ്മൾ ഡസ് എന്നാണ് എഴുതേണ്ടത്. ശേഷം ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അവനൊരു ഫെറാറി കാർ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിനെ നമ്മൾ നെഗറ്റീവ് ആക്കണം. അതുകൊണ്ട് നോട്ട് എന്നത് ചുരുക്കി എഴുതുക, ഡസിന്റ്. ശേഷം സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്ന പ്രോനൗൺ എടുത്തെഴുതുക, ഷീ. അപ്പൊ ഡസിന്റ് ഷീ. ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇങ്ങനെയാണ് ഹാവോ, ഹാസോ, ഹാഡോ മെയിൻ വെർബായിട്ട് വന്നാൽ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം കൂടി നോക്കാം. യു ഹാവ് എ ബ്രദർ. നിനക്കൊരു സഹോദരൻ ഉണ്ട്. ഇവിടെ ഹാവ് എന്നത് ഓക്സിലറി വെർബല്ല, മെയിൻ വെർബാണ്. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ഹാവ് എന്ന് എടുത്തെഴുതാൻ പാടില്ല, ഡു എന്നാണ് എടുത്തെഴുതേണ്ടത്. ഡു എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഓക്സിലറി വെർബായിട്ട്. ശേഷം നോട്ട് എന്ന് ചുരുക്കി എഴുതുന്നു. അതിനുശേഷം സബ്ജക്റ്റ് യു ആണ്. ആ യു എന്ന പ്രോനൗൺ നമ്മൾ എഴുതുന്നു. ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു, ഡോണ്ട് യു. ഇനി ഹാഡ് ആണ് വരുന്നെങ്കിലോ, ഹി ഹാഡ് എ ഗ്രേറ്റ് ടൈം. അവിടെ ഹാഡ് എന്നത് ഓക്സിലറി വെർബ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനോട് യോജിച്ച അതിനുള്ളിലുള്ള ഓക്സിലറി വെർബ് ആയിട്ടുള്ള ഡിഡ് എന്നതിനെ നമ്മൾ ആദ്യം എഴുതണം. ഡിഡിന്റ് ഹി എന്നാണ് അതിന്റെ ടാഗ്, ക്വസ്റ്റ്യൻ ടാഗ് വരിക. അപ്പൊ ഈ ഹാവ്, ഹാസ്, ഹാഡ് എന്നിവയുടെ ഈ പ്രത്യേകത നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ഒരു സെന്റൻസിലുള്ള ഓക്സിലറി വെർബുകളെ നമ്മൾ എടുത്തെഴുതുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന്. 24 ഓക്സിലറി വെർബുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലൊന്നായിട്ട് നമ്മൾ യൂസ്ഡ് ടു എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഈ യൂസ്ഡ് ടുവിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഓക്സിലറി വെർബ് വന്നാൽ നമ്മൾ അതിനെ അതേപോലെ എടുത്തെഴുതുകയല്ല വേണ്ടത്. അതിന് പകരം ഡിഡ് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ എഴുതേണ്ടത്. ഒരു ഉദാഹരണം നോക്കാം. ഹി യൂസ്ഡ് ടു കം ഡെയിലി. ഇതിൽ യൂസ്ഡ് ടു എന്ന ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, എന്ന ഓക്സിലറി വെർബ് ഉണ്ടല്ലോ. യൂസ്ഡ് ടു എന്ന ഓക്സിലറി വെർബ് ഉണ്ട് അവിടെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ യൂസ്ഡ് ടു എന്ന് എഴുതുന്നതിന് പകരം ഡിഡ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഈ സെന്റൻസ് നോക്കിയാൽ ഇത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് എന്ന് ചേർക്കുന്നു. അത് ചുരുക്കിയാണ് എഴുതുന്നത്. ശേഷം സബ്ജക്റ്റ് ആയ ഹി എഴുതുന്നു. അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു, ഡിഡിന്റ് ഹി. അങ്ങനെയാണ് നമ്മൾ ആ സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യൂസ്ഡ് ടു എന്ന് വന്നാൽ ഡിഡ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്സിലറി വെർബുകളുടെ കൂട്ടത്തിൽ തന്നെ പെട്ടവയാണ് നീഡ്, ഡയർ. ഇവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവ ഒരു പോസിറ്റീവ് സെന്റൻസിൽ വന്നാൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ഇവയെ നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പകരം ഡു എന്നോ ഡസ് എന്നോ ഡിഡ് എന്നോ ആണ് ഉപയോഗിക്കേണ്ടത്. അത് അതിന്റെ രൂപം നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത് ഡു ആണോ ഡസ് ആണോ ഡിഡ് ആണോ എന്ന് ഉപയോഗിക്കേണ്ടത് എന്ന്. ഏതായിരുന്നാലും ഒരു പോസിറ്റീവായ സെന്റൻസിലാണ് നീഡ്, ഡയർ എന്നിവ വരുന്നതെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വരുന്നതെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ വാക്കുകളെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഉദാഹരണം നോക്കാം. ഷീ ഡയേഴ്സ് ടു കം ദർ.
ആ സെന്റൻസ് പോസിറ്റീവായ സെന്റൻസ് ആണ്. അതിൽ നോട്ട് എന്ന അർത്ഥത്തിലുള്ളതോ ആയ പദങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അത് പോസിറ്റീവായ സെന്റൻസ് ആണ്. അവിടെ ഡെയേഴ്സ് എന്നാണുള്ളത്. ഡെയർ എന്ന ഓക്സിലറി വെർബാണ്. പക്ഷേ ഇവിടെ ആ ഓക്സിലറി വെർബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ നമ്മൾ മെയിൻ വെർബായി കണക്കാക്കണം. അതുകൊണ്ട് ഡെയേഴ്സ് എന്നതിന്റെ ആ ഡെയേഴ്സ് എന്ന പദം നമ്മൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഉള്ളിൽ ഡസ് എന്നുണ്ട്. ആ ഡസ് ആണ് നമ്മൾ ഇവിടെ പ്രയോഗിക്കേണ്ടത്. ഡെയർ എന്നതിൽ അവസാനം എസ് ചേർന്നിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഡസ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ. അതുകൊണ്ട് ആ ഡസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ആ സെന്റൻസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഡെയർ എന്നത് നേരിട്ട് ഉപയോഗിക്കാത്തത്. നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഡസ് എന്ന് എഴുതുക. പിന്നെ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് ചേർക്കുക, ഡസിൻറ്റ് എന്നായി. പിന്നെ ഷീ എന്ന സബ്ജക്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ പോസിറ്റീവ് ആവുന്ന നേരത്ത്, സെന്റൻസ് പോസിറ്റീവ് ആവുന്ന നേരത്ത് നീഡ്, ഡെയർ എന്നിവയെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ല. പകരം ഡു എന്നോ ഡസ് എന്നോ ഡിഡ് എന്നോ ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഒരു നെഗറ്റീവ് സെന്റൻസിലാണ് ഇവ വന്നിട്ടുള്ളതെങ്കിലോ നമുക്ക് ഇവയെ നേരിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അഥവാ നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അത് നോട്ട് അല്ലെങ്കിൽ നോട്ടിന്റെ അതേ അർത്ഥത്തിലുള്ള മറ്റു പദങ്ങൾ ആ സെന്റൻസിൽ ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ ആ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇവയെ നേരിട്ട് തന്നെ ഓക്സിലറി വെർബായി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാവുന്നതാണ്. ഉദാഹരണം നോക്കാം. ഹി ഡെയർ നോട്ട് കം ഹിയർ. അവിടെ ആ സെന്റൻസിലേക്ക് നോക്കിയാൽ തന്നെ കാണാം നോട്ട് എന്നുണ്ട്. സെന്റൻസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഡെയർ എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കാം. ഡെയർ എന്ന് ആദ്യം എഴുതുക. ശേഷം സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ചേർക്കേണ്ടതില്ല. പിന്നെ ഹി എന്ന സബ്ജക്റ്റ് അങ്ങോട്ട് എഴുതുന്നു, ഡെയർ ഹി. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെയർ കാണുമ്പോഴേക്ക് തന്നെ നമുക്ക് അബദ്ധം സംഭവിച്ചു പോകാൻ പാടില്ല. ഇനി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം, ഇത്രയും പറഞ്ഞ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഐ ആം എന്ന് തുടങ്ങുന്ന പോസിറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് R×I എന്നായിരിക്കും. അതായത് താഴെയുള്ള ഉദാഹരണം ശ്രദ്ധിച്ചു നോക്കൂ. ഐ ആം എ സ്റ്റുഡന്റ്. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഇത്രയും പഠിച്ച നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? ഐ ആം എ സ്റ്റുഡന്റ്. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. ആം എന്ന ഓക്സിലറി വെർബ് അവിടെയുണ്ട്. അതാണ് നമ്മൾ ആദ്യം എഴുതുക. ഇത്രയും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതുമ്പോൾ ആം എന്ന ഓക്സിലറി വെർബാണ് ആദ്യം എഴുതേണ്ടത്. പിന്നെ ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം എന്നുള്ളത് കൊണ്ട് അത് പോസിറ്റീവ് ആയ ഒരു സെന്റൻസ് ആണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോട്ട് എന്ന് ചുരുക്കി എഴുതണം. അപ്പോൾ ആമിൻഡ് എന്നാണ് എഴുതേണ്ടത്. ശേഷം ഐ എന്ന സബ്ജക്റ്റ് എഴുതണം, ആമിൻഡ് ഐ എന്നൊരു ക്വസ്റ്റ്യൻ ചിഹ്നം ഇടുക. ഇങ്ങനെയാണല്ലോ നമ്മൾ ഇത്രയും പഠിച്ചത്. പക്ഷെ ഇവിടെ വ്യത്യസ്തമാണ്. ഇവിടെ ഐ ആം എ സ്റ്റുഡന്റ് എന്ന ഐ ആം എന്ന് തുടങ്ങുന്ന ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആമിൻഡ് ഐ എന്നതിന് പകരം R×I എന്നാണ് എഴുതുക. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, R×I. എന്നാൽ ഈ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ R എന്ന് ചേർക്കില്ല. അഥവാ ഐ ആം നോട്ട് എ സ്റ്റുഡന്റ് എന്നാണെന്ന് സങ്കല്പിക്കുക. ഏറ്റവും അവസാനത്തെ വരി നോക്കാം. അവിടെ ഒരു ഉദാഹരണമുണ്ട്. ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ച നിയമപ്രകാരം തന്നെയാണ്. അതായത് അതിലേക്ക് നോക്കുക. അപ്പൊ അതിലുള്ള ഓക്സിലറി വെർബായ ആം എന്ന് എടുത്തെഴുതുക. പിന്നെ ഈ സെന്റൻസ് നെഗറ്റീവ് ആണ്. അല്ല, ഞാനൊരു വിദ്യാർത്ഥി അല്ല എന്നാണല്ലോ അർത്ഥം. അപ്പൊ നെഗറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അഥവാ അതിൽ നോട്ട് ചേർക്കാൻ പാടില്ല. ശേഷം ഐ എന്ന സബ്ജക്റ്റ് നമ്മൾ എഴുതുന്നു, ആം ഐ. ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. ആം ഐ എന്നാണ് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടായിരിക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഐ ആം എന്ന് തുടങ്ങുന്ന പോസിറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആമിൻഡ് ഐ എന്നാവില്ല, R×I എന്നായിരിക്കും. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന 3 പദങ്ങളാണ് ഷാള്, വില്ല്, ക്യാന്. ഇവ നെഗറ്റീവായ ക്വസ്റ്റ്യൻ ടാഗ് ഇവയിൽ നിന്ന് ഉണ്ടാക്കുമ്പോഴാണ് ചെറിയ വ്യത്യാസം ഉണ്ടാവുക. ഉദാഹരണം നോക്കാം. ഐ ഷാൾ ഗോ. ഐ ഷാൾ ഗോ. ഇതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഓക്സിലറി വെർബ് എഴുതണം, ഷാൾ.
ശേഷം ഈ സെന്റൻസ് നെഗറ്റീവ് ആണോ എന്ന് നോക്കാം. നെഗറ്റീവ് അല്ല, ഇത് പോസിറ്റീവ് ആണ്. ഐ ഷാൾ ഗോ, അതിൽ നോട്ട് എന്നൊന്നും ഇല്ല, ഞാൻ പോകും എന്നാണ് അർത്ഥം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം, അഥവാ നമ്മൾ നോട്ട് എന്ന് ചുരുക്കി എഴുതണം, എൻഡ് എന്ന് നമ്മൾ ചുരുക്കി എഴുതണം. അപ്പൊ ഷാളിൻഡ് ഐ എന്നാണ് വേണ്ടത്. പക്ഷെ ഷാളിൻഡ് എന്ന് ദീർഘമായിട്ട് എഴുതുകയില്ല, ഷാണ്ട് എന്നാണ് എഴുതുക, ഷാണ്ട് ഐ എന്നാണ് എഴുതുക. ഇനി രണ്ടാമത്തെ വരി നോക്കാം. ഹി വിൽ റൈഡ്. നമ്മൾ ഇത്രയും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഓക്സിലറി വെർബായ വിൽ എഴുതണം. പിന്നെ ഇത് പോസിറ്റീവ് സെന്റൻസ് ആയതിനാൽ നോട്ട് എന്ന് ചുരുക്കി എഴുതണം. പിന്നെ ഹി എന്ന സബ്ജക്റ്റിനെ എഴുതണം. അപ്പൊ വിൽ ഇൻഡ് ഹി എന്നാണ് എഴുതേണ്ടത്. പക്ഷെ അതിനെ നമ്മൾ എഴുതുമ്പോൾ വോണ്ട് ഹി എന്നാണ് എഴുതുക. വോണ്ട് ഹി, യഥാർത്ഥത്തിൽ അത് വില്ലിൻഡ് ഹി എന്നാണ് തന്നെയാണ്. പക്ഷെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതാറുള്ളത്, വോണ്ട് ഹി എന്നാണ് എഴുതുക. അതുപോലെ ദേ ക്യാൻ ഡു ഇറ്റ്. ഇവിടെ ഓക്സിലറി വെർബ് ക്യാൻ ആണ്. പിന്നെ ഈ സെന്റൻസ് പോസിറ്റീവ് ആയതിനാൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് നോട്ട് എന്ന അത് ചുരുക്കി എഴുതണം, ഉണ്ട് എന്ന് എഴുതണം. അപ്പോൾ ക്യാൻ എന്ന് എഴുതി പിന്നെ ഒരു എന്നും ടിയുമാണ് എല്ലാം എഴുതുക. പിന്നെ ദേ എന്ന സബ്ജക്റ്റ് എഴുതണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാനിൻഡ് എന്ന് എഴുതാൻ പ്രയാസമായതുകൊണ്ട് അവിടെ ഒരു എൻ മാത്രമേ എഴുതുകയുള്ളൂ. ക്യാൻ എന്നതിലെ എൻ മാത്രമേ എഴുതുകയുള്ളൂ. നോട്ട് എന്നതിലെ ആ എൻ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു എൻ മാത്രമേ ഉണ്ടാവൂ. കാണ്ട് ദേ എന്നാണ് എഴുതുക. അപ്പൊ ഈ ഒരു മാറ്റം ഈ മൂന്ന് ഓക്സിലറി വെർബുകളുടെ കാര്യത്തിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യം തന്നെയാണ്. ഹെർ ബ്രദർ വിൽ കം ടു ടേക്ക് ഹെർ. അവളുടെ സഹോദരൻ അവളെ കൊണ്ടുപോവാൻ വരും. ഇവിടെ വിൽ എന്ന ഓക്സിലറി വെർബ് ഉണ്ട്, അതാണ് ആദ്യം എഴുതേണ്ടത്. അവൻ വരും എന്നായതുകൊണ്ട് ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്, അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് വോണ്ട് എന്നാണ് വേണ്ടത്. അപ്പൊ എയും സിയും തെറ്റാണ്, ബിയോ ഡിയോ ആണ് ശരി. ബിയും ഡിയും വായിച്ചു നോക്കിയാൽ വോണ്ട് ഷീ, വോണ്ട് ഹി ആണോ ഷീ ആണോ അവിടെ സബ്ജക്റ്റ് ആയി വരേണ്ടത് എന്നാണ് ചോദ്യം. ഇവിടെ സെന്റൻസ് വായിച്ചു നോക്കിയാൽ ഹെർ ബ്രദർ, അവളുടെ സഹോദരൻ എന്നാണ്. അവളല്ല, അവളുടെ സഹോദരനാണ്. അതുകൊണ്ട് ഹി ആണ് വരേണ്ടത്. അപ്പോൾ ഡി ആണ് ഉത്തരം, വോണ്ട് ഹി. ഇനി ഒരു സെന്റൻസിൽ രണ്ട് ഓക്സിലറി വെർബുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടത്. ഒരു സെന്റൻസിൽ രണ്ട് ഓക്സിലറി വെർബുകൾ അല്ലെങ്കിൽ രണ്ടിലേറെ ഓക്സിലറി വെർബുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓക്സിലറി വെർബ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടത്. ഉദാഹരണം നോക്കാം. ഷീ കുഡ് ഹാവ് ഗോൺ ദർ. ഷീ കുഡ് ഹാവ് ഗോൺ ദർ. അവിടെ രണ്ട് ഓക്സിലറി വെർബുകൾ ഉണ്ട്, കുഡ് എന്നുണ്ട്, ഹാവ് എന്നുണ്ട്. അപ്പൊ ഏത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടത്? ആദ്യത്തെ ഓക്സിലറി വെർബായ കുഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് കുഡിൻഡ് ഷീ എന്ന് വന്നത്. ഇനി രണ്ടാമത്തെ നോക്കാം. ഹി ഷുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. അവിടെ ഷുഡ് എന്ന ഓക്സിലറി വെർബുമുണ്ട്, ഹാവ് എന്ന ഓക്സിലറി വെർബുമുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഓക്സിലറി വെർബായ ഷുഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടത്. ഇതുവരെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ നിബന്ധനയാണ് ഒരു സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇനി സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം എന്ന്. അപ്പോ ഒരു സെന്റൻസ് എപ്പോഴാണ് നെഗറ്റീവ് ആവുക? അതിൽ നോട്ട് എന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. അതോടുകൂടെ നമ്മൾ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നോട്ട് മാത്രമല്ല, നോട്ടിന്റെ അതേ അർത്ഥത്തിലുള്ള വേറെയും കുറെ പദങ്ങളുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു സെന്റൻസിൽ വന്നാൽ ആ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ നോട്ട് എന്ന് ചേർക്കാൻ പാടില്ല. അഥവാ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ആ വാക്കുകൾ ഏതൊക്കെയെന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ടല്ലോ. ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, നോ വൺ, നോബഡി, നൺ, നത്തിങ്, നെവർ, നൈദർ, നോർ. ഈ പദങ്ങളും നോട്ട് എന്നതിന്റെ ഏതാണ്ട് അതേ അർത്ഥത്തിൽ തന്നെയാണ്. അപ്പൊ ഇവ വരുമ്പോൾ ഇവയിൽ നിന്ന് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോട്ട് എന്ന് ക്വസ്റ്റ്യൻ ടാഗിൽ ചേർക്കാൻ പാടില്ല. വാക്കുകൾ ഒന്നുകൂടി പറയാം. ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി,
scarcely, rarely, barely, seldom, no one, nobody, none, nothing, never, neither, nor. ഇവയൊക്കെ നോട്ട് എന്നതിന്റെ അതേ അർത്ഥത്തിലാണ്. ഇല്ല എന്നാണ് ഇവയുടെയൊക്കെ ഏതാണ്ട് അർത്ഥം. അതുകൊണ്ട് ഇവ വന്നു കഴിഞ്ഞാൽ ആ സെന്റൻസ് നെഗറ്റീവാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് എന്ന് ചേർക്കാൻ പാടില്ല. ഒരു ഉദാഹരണം നോക്കാം. ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ്. അതിന്റെ അർത്ഥം കുട്ടികളൊന്നും വന്നിട്ടില്ല എന്നാണ്. ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ്. അപ്പൊ സ്റ്റുഡൻസ് ആർ എന്നൊക്കെ കാണുമ്പോൾ ഇത് പോസിറ്റീവ് അല്ലേ, കുട്ടികൾ വന്നു എന്നല്ലേ എന്നൊക്കെ നമുക്ക് ധാരണ തോന്നിയേക്കാം. പക്ഷെ ഫ്യൂ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്, കുട്ടികളൊന്നും വന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ആർ എന്ന ഓക്സിലറി വെർബ് നമ്മൾ അതിൽ നിന്ന് നോക്കി എഴുതിയെടുക്കുന്നു. ശേഷം ദേ എന്നാണ് എഴുതേണ്ടത്. അതിനിടയിൽ നോട്ട് എന്ന് നമ്മൾ ചേർക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ സെന്റൻസിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നും നോട്ട് എന്ന് കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ആ സെന്റൻസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നോട്ട് എന്ന് ചേർക്കണമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നോട്ട് എന്നതിന്റെ അതേ അർത്ഥത്തിലാണ് ഫ്യൂ എന്ന വാക്കും പ്രയോഗിക്കുന്നത്. കേട്ട പരീക്ഷയിലെ ചോദ്യം, ഹി സ്കേഴ്സ്ലി ഏറ്റ് എനിത്തിങ്. അവൻ ഒന്നും തിന്നില്ല എന്നാണ്. ഹി സ്കേഴ്സ്ലി ഏറ്റ് എനിത്തിങ്. അവൻ ഒന്നും തിന്നില്ല. ഇവിടെ ഈ സെന്റൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഓക്സിലറി വെർബുകൾ ഒന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് എയ്റ്റ് എന്ന വെർബിൽ നമ്മൾ നോക്കുക. അത് ഈറ്റ് എന്നതിന്റെ പാസ്റ്റ് ആണ്. അപ്പോൾ ഈറ്റ് എയ്റ്റ് എന്നതിന്റെ ഉള്ളിൽ ഡിഡ് എന്ന ഓക്സിലറി വെർബ് ഉണ്ട് എന്ന് നമുക്കറിയാം. ആ ഡിഡ് എന്ന് നമ്മൾ എടുത്തെഴുതുക. അപ്പൊ ബി എന്ന ഓപ്ഷനെയും ഡി എന്ന ഓപ്ഷനെയും നമുക്ക് ഒഴിവാക്കാം. രണ്ടിലും ഡസ് ആണ് ഉള്ളത്. ഇനി നോട്ട് ചേർക്കണമോ വേണ്ടയോ എന്നതാണ്. എയിൽ നോട്ടില്ല, സിയിൽ നോട്ടുണ്ട്. അപ്പൊ നോട്ട് ചേർക്കണമോ വേണ്ടയോ എന്നതാണ് ചോദ്യം. സ്കേഴ്സ്ലി എന്ന പദം വന്നാൽ സെന്റൻസ് നെഗറ്റീവായി തീരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ടാഗിൽ, ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ നോട്ട് ചേർക്കേണ്ടതില്ല. അപ്പൊ എ ആണ് ശരിയായിട്ടുള്ളത്. യു സെൽഡം വാച്ച് മൂവീസ്. നീ ഒരിക്കലും സിനിമ കാണാറില്ല. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ നിർമ്മിക്കും? ഈ സെന്റൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൽ പ്രത്യേകിച്ച് ഓക്സിലറി വെർബുകളൊന്നും കാണാനില്ല. അതുകൊണ്ട് വാച്ച് എന്ന വെർബിലേക്ക് നോക്കുക. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതിന്റെ ഉള്ളിൽ ഡു എന്ന ഒരു ഓക്സിലറി വെർബ് മറഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് സിയും ഡിയും നമുക്ക് ഒഴിവാക്കാം. രണ്ടിന്റെയും തുടക്കത്തിൽ ഡു ഇല്ല. എയുടെയും ബിയുടെയും തുടക്കത്തിലാണ് ഡു ഉള്ളത്. ഇനി വിഷയം എയിൽ ഡോണ്ട് യു എന്നുണ്ട്, ബിയിൽ ഡു യു എന്നേ ഉള്ളൂ. അഥവാ നോട്ട് ചേർക്കണമോ വേണ്ടയോ എന്നതാണ് ചോദ്യം. ഈ സെന്റൻസിൽ സെൽഡം എന്ന പദമുണ്ട്. സെൽഡം എന്ന് വന്നാൽ ആ പദം നെഗറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് അതിൽ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നോട്ട് ചേർക്കേണ്ടതില്ല. അതുകൊണ്ട് ബി ആണ് ഉത്തരം, ഡു യു. എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എ ഫ്യൂ, എ ലിറ്റിൽ, ഇവ രണ്ടും പോസിറ്റീവ് വാക്കുകളാണ്. കുറച്ച് എന്നാണ് അവയുടെ അർത്ഥം. എ ഫ്യൂ, എ ലിറ്റിൽ. അതുകൊണ്ട് അവ പോസിറ്റീവ് വേർഡുകളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അവ ഒരു സെന്റൻസിൽ വന്നാൽ അത് ആ സെന്റൻസിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് കാണേണ്ടത്. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ നോട്ട് ചേർക്കണം. ഉദാഹരണം നോക്കാം. എ ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ്. കുറച്ചു കുട്ടികൾ വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ആറിൻഡ് ദേ എന്നാണ് പറയേണ്ടത്. അതായത് അതിന്റെ ഇടയിൽ നോട്ട് എന്ന് ചേർക്കണം. എ ഫ്യൂ, എ ലിറ്റിൽ, ഇവ പോസിറ്റീവ് വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടുന്ന സബ്ജക്റ്റുകളെ കുറിച്ച് ഒരു കാര്യം. ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, എവരിബഡി, എവരിവൺ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോ വൺ, നൺ, നൈദർ, ഐദർ, ഈച്ച്, സം ഓഫ് ദം, ഓൾ ഓഫ് ദം. ഈ വാക്കുകളാണ് സെന്റൻസിൽ സബ്ജക്റ്റ് ആയി വരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ദേ എന്നാണ് എഴുതേണ്ടത്. These, those, few, a few, everybody, everyone, somebody, someone,
എനിബഡി എനിവൺ, നോബഡി നോ വൺ, നൺ, നൈദർ ഐദർ, ഈച്ച്, സം ഓഫ് ദം, ഓൾ ഓഫ് ദം. ഈ വാക്കുകളാണ് ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയി വരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മൾ ഇവയുടെ സ്ഥാനത്ത് ദേ എന്നാണ് എഴുതേണ്ടത്. ഇനി ഇത് സംബന്ധമായിട്ട് ഒരു PSC പരീക്ഷയിൽ വന്ന ചോദ്യം നമുക്ക് നോക്കാം. 2017 LD ക്ലർക്ക് പരീക്ഷയിൽ തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ വന്ന ചോദ്യമാണ്. നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. അവരിൽ ഒരാളും ഫംഗ്ഷനിൽ പങ്കെടുത്തില്ല. യൂസ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. യോജിച്ച ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിലറി വെർബുകളിൽ ഒന്നുപോലും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. 24 ഓക്സിലറി വെർബുകൾ പറഞ്ഞതിൽ ഒന്നിനെ പോലും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് തുടങ്ങേണ്ടത് ഓക്സിലറി വെർബ് കൊണ്ടാണ് താനും. അപ്പോൾ നമ്മൾ ഇതിലുള്ള വെർബിനെ ശ്രദ്ധിക്കുക. അറ്റൻഡഡ്, ആ വെർബ് കണ്ടാൽ നമുക്കറിയാം അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് അതിനുള്ളിൽ നിന്ന് നമ്മൾ ഡിഡ് എന്ന ഓക്സിലറി വെർബ് എടുക്കുന്നു. ആ ഡിഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കൂ. എയിലും ബിയിലും മാത്രമേ ഡിഡ് കൊണ്ട് ആരംഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് എയോ ബിയോ ആയിരിക്കും ഉത്തരം. സിയും ഡിയും നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നോട്ട് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ആണ് വേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ. ഈ സെന്റൻസിലേക്ക് നോക്കാം. ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നൺ ഓഫ് ദം, അവരിൽ ഒരാളും ഫംഗ്ഷനിൽ പങ്കെടുത്തില്ല, ഇല്ല എന്നാണ് അർത്ഥം. ഇവിടെ നോട്ട് എന്നില്ലെങ്കിലും അതേ അർത്ഥത്തിലുള്ള നൺ എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെന്റൻസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ അതിൽ നോട്ട് എന്ന് ചേർക്കാൻ പാടില്ല. അപ്പൊ എ ആണോ ബി ആണോ ഉത്തരം? എ ആണ് ഉത്തരം. ഇനി ദേ ചേർക്കണോ ചേർക്കണ്ടേ എന്ന വിഷയം നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഓപ്ഷനുകളിലേക്ക് കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. നൺ ഓഫ് ദം എന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ അതിൽ സബ്ജക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗിൽ ദേ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ചില സെന്റൻസുകളിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും. ആ വൈരുദ്ധ്യങ്ങളെ നമ്മൾ എങ്ങനെ പരിഹരിക്കണം അതാണ് ഇനി പറയുന്നത്. അതായത് ഒരു സെന്റൻസിൽ സിംഗുലർ ഓക്സിലറി വെർബാണ് ഉള്ളത്, എന്നാലോ പ്ലൂറൽ പ്രോനൗൺ നമ്മൾ ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം? ഉദാഹരണം നോക്കാം. നോ വൺ ഈസ് ദർ, അവിടെ ഒരാളുമില്ല, അതാണ് അതിന്റെ അർത്ഥം, ഒരാളുമില്ല. ഇവിടെ ആദ്യം നമ്മൾ ഓക്സിലറി വെർബ് എടുത്തെഴുതണം. ഈസ്, ഈസ് എന്ന ഓക്സിലറി വെർബാണ് അവിടെ ഉള്ളത്. പിന്നെ ഒരാളും അവിടെ ഇല്ല എന്നായതുകൊണ്ട് നെഗറ്റീവ് ആണ് സെന്റൻസ്, അതുകൊണ്ട് നോട്ട് ചേർക്കേണ്ടതില്ല. ശേഷം നമ്മൾ സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് ഏതാണ്? നോ വൺ ആണ്. നോ വൺ വന്നാൽ ദേ എന്നാണ് സബ്ജക്റ്റ് ആയി എഴുതേണ്ടത് ക്വസ്റ്റ്യൻ ടാഗിൽ എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ഉണ്ടാകും? ഈസ് ദേ എന്നാണ് ഉണ്ടാവുക. ഈസ് ദേ എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. ദേ വന്നാൽ പിന്നെ ആറാണ് ഉപയോഗിക്കുക നമുക്കറിയാം. അപ്പൊ അതൊരു തെറ്റല്ലേ? തെറ്റാണ്. ആ തെറ്റ് തിരുത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ദേ സിംഗുലറാക്കി മാറ്റണോ അല്ലെങ്കിൽ ഓക്സിലറി വെർബിനെ പ്ലൂറലാക്കി മാറ്റണമോ? ഇവിടെ ഓക്സിലറി വെർബ് ഈസ് എന്ന ഓക്സിലറി വെർബിനെ നമ്മൾ പ്ലൂറലാക്കി മാറ്റണം. ആർ ദേ എന്ന് പറയണം. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. എവരിബഡി വെയിറ്റ്സ് ഹിം, എല്ലാവരും, ഓരോരുത്തരും അവനെ കാത്തു നിൽക്കുന്നു. ഓരോരുത്തരും അവനെ കാത്തു നിൽക്കുന്നു. ഇവിടെ പ്രത്യക്ഷത്തിൽ ഓക്സിലറി വെർബുകൾ ഇല്ല. അതുകൊണ്ട് നമ്മൾ വെയിറ്റ്സ് എന്ന വെർബിലേക്ക് നോക്കുന്നു. വെയിറ്റ്സ് എന്ന വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതിന്റെ അവസാനം ഒരു എസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് ഡസ് എന്ന ഒരു ഓക്സിലറി വെർബ് അതിന്റെ ഉള്ളിലുണ്ട് എന്ന്. അപ്പോൾ ഡസ് എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ആദ്യ പദമായി എഴുതി, ഡസ്. പിന്നെ ഓരോരുത്തരും അവനെ കാത്തു നിൽക്കുന്നു എന്നതുകൊണ്ട് പോസിറ്റീവ് ആണ് സെന്റൻസ്, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് ഡസിന്റ് എന്ന് എഴുതി. പിന്നെ എവരിബഡി, എവരിബഡി വന്നു കഴിഞ്ഞാൽ ദേ എന്നാണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡസിന്റ് ദേ എന്നായിരിക്കും.
ദേ വന്നാൽ പിന്നെ ഡസ് അല്ല വരേണ്ടത്, ഡു ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡസിനെ ഡു ആക്കി മാറ്റണം, ഡോണ്ട് ദേ എന്നാക്കി മാറ്റണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു LDC പരീക്ഷയിലെ ചോദ്യം നോക്കാം. 2017 പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിൽ നടന്ന LDC പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ. എവരിബഡി ഹാസ് അറ്റൻഡഡ് ദ കോൺഫറൻസ്. ഓരോരുത്തരും കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് തയ്യാറാക്കേണ്ടത്. അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഹാസ് എന്ന ഓക്സിലറി വെർബ് കാണുന്നു. അപ്പൊ ഹാസ് എന്ന് നമ്മൾ ആദ്യം എഴുതുന്നു. ശേഷം ഈ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഓരോരുത്തരും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ഇത് പോസിറ്റീവ് ആണ്, ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ നോട്ട് എന്ന് ചേർക്കുന്നു, ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാസിൻറ്റ് എന്നായി. ശേഷം ഏത് സബ്ജക്റ്റ് ആണ് ചേർക്കേണ്ടത്? എവരിബഡി എന്നാണ് ഇവിടെ സബ്ജക്റ്റ്. അതിനോട് യോജിച്ചത് ഏതാണ്? ദേ ആണ്. അപ്പോൾ ഹാസിൻറ്റ് ദേ എന്നാണ് നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ കിട്ടുക. പക്ഷെ ദേ വന്നാൽ ഹാസ് ആണോ എഴുതേണ്ടത്? അല്ല, ഹാവ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഹാവിൻഡ് ദേ എന്നായിരിക്കണം ഉത്തരം. അപ്പോൾ ഡി ആണ് ഉത്തരം, ഹാവിൻഡ് ദേ. മറ്റൊരു കേട്ടൽ പരീക്ഷയിലെ ചോദ്യം, നൺ ഓഫ് ദം ഈസ് ഹോണസ്റ്റ്. അവരിൽ ഒരാളും സത്യസന്ധരല്ല. കംപ്ലീറ്റ് ദ സെന്റൻസ്. ഈ സെന്റൻസ് ക്വസ്റ്റ്യൻ ടാഗ് ചേർത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നൺ ഓഫ് ദം ഈസ് ഹോണസ്റ്റ്. ഇതിൽ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഓക്സിലറി വെർബ് ഉണ്ട്. ഈസ് എന്ന ഓക്സിലറി വെർബ് നമുക്ക് കാണാം. അത് നമ്മൾ ആദ്യം എടുത്തെഴുതുന്നു. പിന്നെ നൺ എന്നുള്ളത് കൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് നോട്ട് ചേർക്കേണ്ടതില്ല. പിന്നെ നൺ ഓഫ് ദം എന്നായതുകൊണ്ട് ദേ എന്ന സബ്ജക്റ്റ് ആണ് ഇവിടെ പ്രയോഗിക്കേണ്ടത് എന്നും അറിയാം. അപ്പൊ ഈസ് ദേ എന്നാണ് വരിക. പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നു, ദേ എന്ന് വന്നാൽ ഈസ് വരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ആർ ദേ എന്നായിരിക്കണം ഉത്തരം. സി ആണ് ഉത്തരം. ഇവിടെ ഈസ് ദേ എന്ന് ബിയും സി ആയിട്ട് ആർ ദേയും കൊടുത്തിട്ടുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഇക്കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ദേ വന്നത് കൊണ്ട് ഈസിനെ ആർ ആക്കി മാറ്റണം. ആർ ദേ എന്നാണ് ഉത്തരം. മറ്റൊരു കേട്ടൽ പരീക്ഷയിലെ ചോദ്യം, നോബഡി ലിവ്സ് ഇൻ ദിസ് ഹൗസ്. ഈ വീട്ടിൽ ഒരാളും താമസിക്കുന്നില്ല. നോബഡി ലിവ്സ് ഇൻ ദിസ് ഹൗസ്. ഇതിലെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ തയ്യാറാക്കും? ഇതിലേക്ക് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഓക്സിലറി വെർബുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ലിവ്സ് എന്ന വെർബിലേക്ക് നോക്കാം. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ലിവ് എന്നാണ്, ലിവ്സ് എന്നായിരിക്കുന്നു. അതുകൊണ്ട് അതിൽ ഡസ് എന്ന ഓക്സിലറി വെർബ് മറഞ്ഞു കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ആ ഡസ് നമ്മൾ പുറത്തെടുക്കുന്നു. നോബഡി എന്നുള്ളത് കൊണ്ട് ഈ സെന്റൻസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നോട്ട് ചേർക്കേണ്ടതില്ല. അപ്പോൾ ഡസ് ആയി. ഇനി ഏത് സബ്ജക്റ്റ് ചേർക്കണം? നോബഡി എന്ന് വന്നാൽ ദേ എന്നാണ് പ്രയോഗിക്കേണ്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഡസ് ദേ എന്നാണ് ഉണ്ടാവുക. പക്ഷെ ചോദ്യം, ദേ എന്ന് വന്നാൽ ഡസ് എന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഡു ദേ എന്നാണ് പറയേണ്ടത്. ഡി എന്ന ഓപ്ഷനാണ് ശരി, ഡു ദേ. ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം, നോ വൺ ഈസ് ആബ്സെന്റ് ടുഡേ. ഇന്ന് ഒരാളും ആബ്സെന്റ് ഇല്ല. ഇന്നൊരാളും ആബ്സെന്റ് ഇല്ല. അപ്പൊ ഇതിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈസ് എന്ന ഓക്സിലറി വെർബ് കാണാൻ സാധിക്കും. അത് നമ്മൾ എഴുതി നോക്കുന്നു. ആദ്യം ഈസ് എന്ന് എഴുതുന്നു. രണ്ടാമതായിട്ട് ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ സെന്റൻസ് നെഗറ്റീവ് ആണ്. നോ വൺ, നോട്ട് എന്ന് വന്നിട്ടില്ലെങ്കിലും നോ വൺ എന്നതും നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ട് ഇതിൽ നമ്മൾ നോട്ട് ചേർക്കേണ്ടതില്ല. പിന്നെ നോ വൺ എന്ന് വന്നാൽ ദേ ആണ് ഉപയോഗിക്കേണ്ടത് എന്നും നമുക്കറിയാം. അപ്പോൾ ഈസ് ദേ എന്നാണ് വരിക. പക്ഷേ ഈസ് ദേ എന്ന് പറയാൻ പാടുണ്ടോ? ദേ വന്നാൽ പിന്നെ ഈസ് എന്നല്ല പറയേണ്ടത്. അതുകൊണ്ട് ആർ ദേ എന്ന് പറയണം. ഡി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്, ആർ ദേ. ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വൺ വുമൺ, വൺ മാൻ, വൺ ബോയ്, വൺ ഗേൾ എന്നിവയിൽ ഏതെങ്കിലുമാണ് വരുന്നതെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ഏത് സബ്ജക്റ്റ് ആണ് പ്രയോഗിക്കേണ്ടത്? അവിടെ നമ്മൾ ഹി എന്നോ ഷീ എന്നോ ആണ് പ്രയോഗിക്കേണ്ടത്. ഉദാഹരണം നോക്കാം. വൺ മാൻ ഹാസിന്റ് കം. ഒരു പുരുഷൻ വന്നില്ല. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? ആദ്യം ഓക്സിലറി വെർബായ ഹാസ് എടുത്തെഴുതുന്നു. ഹാസിന്റ് എന്ന് ആ സെന്റൻസിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ചേർക്കേണ്ടതില്ല. ശേഷം സബ്ജക്റ്റ് ചേർക്കണം.
അതിന് വൺ മാൻ എന്നതിന് തുല്യമായിട്ടുള്ള സബ്ജക്റ്റ് ആണ് ചേർക്കേണ്ടത്. ഒരു പുരുഷൻ, അതിന് തുല്യമായുള്ളത് ഹി ആണ്. അതുകൊണ്ട് ഹാസ് ഹി എന്ന് എഴുതണം. ഇനി ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് വൺ എന്ന പദം മാത്രമാണെങ്കിൽ, അഥവാ വൺ എന്നതിന്റെ കൂടെ ഗേൾ എന്നോ ബോയ് എന്നോ മാൻ എന്നോ വുമൺ എന്നോ ഒന്നുമില്ല, വൺ എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുക? ക്വസ്റ്റ്യൻ ടാഗിൽ സബ്ജക്റ്റ് ആയിട്ട് വണ് എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം നോക്കാം. വൺ മസ്റ്റ് റെസ്പെക്ട് വൺസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരുത്തൻ തന്റെ ഭരണഘടന മാനിക്കണം. ഒരുത്തൻ തന്റെ ഭരണഘടന മാനിക്കേണ്ടവനാണ്, മാനിക്കണം. അപ്പൊ ഇവിടെ മസ്റ്റ് എന്ന ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ആദ്യം എഴുതും. പിന്നെ മാനിക്കണം എന്നായതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ നോട്ട് എന്ന് ഉപയോഗിക്കും. പിന്നെ സബ്ജക്റ്റ് ആയിട്ട് ഏത് ഉപയോഗിക്കണം? ഇവിടെ വൺ എന്നാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ആ വണ്ണിനെ തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിലും നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് പ്രയോഗിക്കും. അപ്പൊ ഈ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി ഒരു സെന്റൻസ് ആരംഭിക്കുന്നത് there എന്ന പദം കൊണ്ടാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ഓക്സിലറി വെർബിന്റെ കൂടെ there എന്ന് തന്നെയാണ് പ്രയോഗിക്കുക. ഉദാഹരണം നോക്കാം. There are a few lions in the forest. കാട്ടിൽ കുറച്ച് സിംഹങ്ങൾ ഉണ്ട് എന്നാണ്. ഇവിടെ ഈ സെന്റൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓക്സിലറി വെർബായ ആർ ഉണ്ട്. ഫോറസ്റ്റിൽ സിംഹങ്ങൾ ഉണ്ട്, കുറച്ച് സിംഹങ്ങൾ ഉണ്ട് എന്നാണ് എ ഫ്യൂ എന്ന വേർഡിന്റെ അർത്ഥം. കുറച്ചുണ്ട് എന്നാണ്. അതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോട്ട് എന്ന് ഉപയോഗിക്കണം. അപ്പോൾ ആർ ഇൻഡ് എന്നായി. പിന്നെ ഏത് ഉപയോഗിക്കണം? ഇവിടെ ആരെ കുറിച്ചാണ്? സിംഹങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ആരംഭിക്കുന്നത് there എന്ന വേർഡ് കൊണ്ടാണ്. ആ thereനെയാണ് നമ്മൾ ഇവിടെ പ്രയോഗിക്കേണ്ടത്. ആർ ഇൻഡ് there. ഇനി there was a stranger. ഈ സെന്റൻസും പോസിറ്റീവായ സെന്റൻസ് ആണ്. ഇവിടെ നമ്മൾ ഓക്സിലറി വെർബായിട്ട് വാസ് ഉണ്ട്. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ഉപയോഗിക്കണം. വാസിൻഡ് എന്നായി. അതിനുശേഷം there എന്നാണ് എഴുതേണ്ടത്. വാസിൻഡ് there. നമുക്ക് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. മെനി ഫ്ലഡ് വിക്ടിംസ് ആർ there ഇൻ ദിസ് ഏരിയ. ഈ പ്രദേശത്ത് കുറെ പ്രളയത്തിന് ഇരയായവർ ഉണ്ട് എന്നാണ്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ തയ്യാറാക്കും? ഇതിലേക്ക് നോക്കുമ്പോൾ ആർ എന്ന ഓക്സിലറി വെർബ് നമ്മൾ കാണുന്നു. അതുകൊണ്ട് എല്ലാ ഓപ്ഷനുകളിലും തുടക്കത്തിൽ ആർ തന്നെയാണ് ഉള്ളത്. പിന്നെ നോട്ട് ചേർക്കണമോ വേണ്ടയോ? ഈ പ്രദേശത്ത് കുറെ ഫ്ലഡ് വിക്ടിംസ് ഉണ്ട് എന്നാണ്. അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് ആറിൻഡ് എന്ന് പറയണം. അത് ബിയും ഡിയും മാത്രമാണ്. അപ്പൊ എയും സിയും നമുക്ക് ഒഴിവാക്കാം. പിന്നെ ദേ എന്നോ there എന്നോ പ്രയോഗിക്കേണ്ടത്? ഇവിടെ there എന്ന പദം ഈ സെന്റൻസിൽ ഉണ്ട് എന്നത് ശരിയാണ്. മെനി ഫ്ലഡ് വിക്ടിംസ് ആർ there ഇൻ ദിസ് ഏരിയ എന്നുണ്ട്. there എന്നുണ്ട് ഇതിൽ. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് there എന്നത് തുടക്കത്തിൽ വന്നാൽ മാത്രമേ നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടതുള്ളൂ. ഇവിടെ മെനി ഫ്ലഡ് വിക്ടിംസ് എന്ന പ്ലൂറലാണ് ഇവിടെ സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടുള്ളത്. കുറെ പ്രളയ ഇരകൾ, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിനെയാണ് നമ്മൾ, അതുകൊണ്ട് അതിനോട് യോജിക്കുന്ന പ്രോനൗൺ ആയ ദേ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ പ്രയോഗിക്കേണ്ടത്. അതുകൊണ്ട് ബി ആണ് ഉത്തരം. ആർ ഇൻഡ് ദേ. ഇനി ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയി വരുന്നത് സം ഓഫ് അസ്, നൺ ഓഫ് അസ്, എനി ഓഫ് അസ്, ഓൾ ഓഫ് അസ്, എനിവൺ ഓഫ് അസ്, മോസ്റ്റ് ഓഫ് അസ്, നൈദർ ഓഫ് അസ്, ഐദർ ഓഫ് അസ്. ഇത്തരം വാക്കുകളാണ് ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയി വരുന്നതെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ വി എന്നാണ് പ്രയോഗിക്കേണ്ടത്. സം ഓഫ് അസ് ഈറ്റ്. എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക? സം ഓഫ് അസ് ഈറ്റ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് നമ്മൾ നോക്കാതിരിക്കുക, എന്നിട്ട് ആലോചിച്ച് നോക്കുക. സം ഓഫ് അസ് ഈറ്റ്. ഞങ്ങൾ ചിലർ തിന്നുന്നു. അപ്പൊ ഈറ്റ് എന്ന ആ വെർബിലേക്കാണ് നമ്മൾ നോക്കേണ്ടി വരിക. അല്ലാതെ അവിടെ ഒന്നും നമ്മൾ ഒരു ഓക്സിലറി വെർബ് ഒന്നും കാണുന്നില്ല. അപ്പൊ ഈറ്റ് എന്ന വെർബിലേക്ക് നോക്കുക. ആ വെർബ് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ഡു എന്ന ഓക്സിലറി വെർബ് എടുക്കണം.
അതാണ് ഡു ആണ് ആദ്യം പ്രയോഗിക്കേണ്ടത്. നമ്മളിൽ ചിലർ തിന്നുന്നു എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവാണ്. ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ചേർക്കണം. അതുകൊണ്ട് ഡോണ്ട് എന്നാക്കി. പിന്നെ സം ഓഫ് അസ് എന്നായതുകൊണ്ട് നമ്മളിൽ ചിലർ അല്ലെങ്കിൽ ഞങ്ങളിൽ ചിലർ എന്നായതുകൊണ്ട് വി എന്ന ഞങ്ങൾ എന്ന സബ്ജക്റ്റ് ആണ് എന്ന പ്രോനൗൺ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഡോൺ വി. നൈദർ ഓഫ് അസ് വേർ പ്രസന്റ്. അവിടെ ഓക്സിലറി വെർബായ വേർ ഉണ്ട്. ആ വേറിന് ഉപയോഗിക്കുക. നൈദർ ഓഫ് അസ് ഞങ്ങളിൽ ഒരാളും പ്രസന്റ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. നൈദർ എന്നതിന്റെ മീനിങ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നോട്ട് എന്ന അതേ അർത്ഥത്തിൽ വരുന്നതാണ് എന്ന്. അതുകൊണ്ട് സെന്റൻസ് നെഗറ്റീവാണ്. അതുകൊണ്ട് നോട്ട് എന്ന് പ്രയോഗിക്കേണ്ടതില്ല. പിന്നെ നൈദർ ഓഫ് അസ് നമ്മളിൽ ഒരാളും എന്നായതുകൊണ്ട് നമ്മൾ എന്ന അർത്ഥം വരുന്ന വി എന്ന പ്രോനൗൺ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് വേർ വി എന്ന് ക്വസ്റ്റ്യൻ ടാഗ്. ഓൾ ഓഫ് അസ് ഹാവ് ബീൻ വെയിറ്റിംഗ് സിൻസ് 9 AM. ഞങ്ങൾ എല്ലാവരും 9 മണി മുതലേ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഹാവ് എന്ന ഓക്സിലറി വെർബ് ഉണ്ട്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന നിലക്ക് അത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ചേർക്കണം. അപ്പോൾ ഹാവിൻ്റെ. പിന്നെ ഓൾ ഓഫ് അസ് ഞങ്ങൾ എല്ലാവരും. അപ്പൊ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന അസ് എന്ന വാക്ക് പ്രയോഗിച്ചത് കൊണ്ട് നമ്മൾ വി ആണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടത്. ഹാവിൻ്റെ വി എന്നാണ് അതിന് ക്വസ്റ്റ്യൻ ടാഗ് വരിക. ഇനി ഇമ്പറേറ്റീവ് സെന്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ഉണ്ടാക്കും എന്ന് നോക്കാം. സാധാരണഗതിയിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ഇതായിരിക്കും ഇമ്പറേറ്റീവ് സെന്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ്. എപ്പോഴാണ് വിൽ യു പ്രയോഗിക്കുക, എപ്പോഴാണ് വോണ്ട് യു പ്രയോഗിക്കുക പരിശോധിക്കാം. ആ സെന്റൻസ് ഒരു സിമ്പിൾ റിക്വസ്റ്റ് ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, അഥവാ ഒരു അഭ്യർത്ഥനയാണ് ആ സെന്റൻസിൽ ഉള്ളതെങ്കിൽ, ആ സെന്റൻസ് പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവ് ആയിരുന്നാലും ശരി വിൽ യു എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവുക. ഒന്നുകൂടെ പറയാം. ഒരു സിമ്പിൾ റിക്വസ്റ്റ് ആണ് ആ സെന്റൻസിൽ ഉള്ളതെങ്കിൽ ആ സെന്റൻസ് പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവ് ആയാലും ശരി വിൽ യു എന്ന ക്വസ്റ്റ്യൻ ടാഗ് ആണ് പ്രയോഗിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഒരാളോട് നമ്മൾ പറയുകയാണ് പ്ലീസ് ലെൻഡ് മീ യുവർ പെൻ, നിങ്ങളെ പെന്നൊന്ന് തരൂ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് പറയേണ്ടത് വിൽ യു എന്നാണ്. ഹാവ് എ കപ്പ് ഓഫ് കോഫി, ഒരു കപ്പ് ചായ കുടിക്കൂ. അതൊരു അഭ്യർത്ഥനയാണ് ഇത് രണ്ടും. അപ്പൊ വിൽ യു എന്നാണ് അതിൽ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് ഉപയോഗിക്കുക. എന്നാൽ അടിയന്തര സ്വഭാവമുള്ള അഥവാ അർജൻസി കാണിക്കുന്ന റിക്വസ്റ്റ് ആണെങ്കിൽ, റിക്വസ്റ്റ് തന്നെയാണ് പക്ഷെ ഒരു അടിയന്തര സ്വഭാവം, ഒരു അർജൻസി അതിനുണ്ട് എങ്കിൽ, അതേപോലെ തന്നെ അർജൻസി കാണിക്കുന്ന കമാൻഡ്, സജഷൻ, ഇൻവിറ്റേഷൻ, ആജ്ഞ, നിർദ്ദേശം, ക്ഷണം അവയൊക്കെ അടിയന്തര സ്വഭാവം കാണിക്കുന്നുവെങ്കിൽ അവയുടെ കൂടെ വോണ്ട് യു എന്നാണ് പറയേണ്ടത്. വോണ്ട് യു. വിൽ നോട്ട് യു എന്നത് ചുരുക്കിയിട്ടാണ് വോണ്ട് യു എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. ബി കെയർഫുൾ വൈൽ ക്രോസിംഗ് ദ റോഡ്. റോഡ് മുറിച്ചു കടക്കുമ്പോൾ വളരെ ശ്രദ്ധാലുവായിരിക്കുക. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വോണ്ട് യു എന്നാണ്. വോണ്ട് യു. കൺസൾട്ട് എ ഡോക്ടർ, ഒരു ഡോക്ടറെ കാണിക്കുക. വോണ്ട് യു. കം ടുമോറോ ഓൺ ടൈം, നാളെ സമയത്ത് വരിക. വോണ്ട് യു. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം വോണ്ട് യു ആണ് പ്രയോഗിക്കേണ്ടത്. എന്നാൽ തന്നിരിക്കുന്ന വാക്യം, സെന്റൻസ് ഒരു ശകാരത്തെയാണ് അല്ലെങ്കിൽ വഴക്കിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ കാൻഡ് യു എന്നാണ് ചോദിക്കേണ്ടത്. സ്റ്റോപ്പ് ടാക്കിംഗ്, മിണ്ടരുത്, മിണ്ടാതിരിക്കുക. അപ്പോൾ അതൊരു ശകാരമാണ്, ഒരു വഴക്കാണ്. അപ്പോൾ അതുകൊണ്ട് കാൻഡ് യു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടുന്ന മറ്റൊന്നാണ്, ഒരു സെന്റൻസ് ആരംഭിക്കുന്നത് ലെറ്റസ് എന്നാണെങ്കിൽ അത് രണ്ട് രൂപത്തിൽ എഴുതാം. ലെറ്റ് അസ് എന്ന് എഴുതാം, അത് ചുരുക്കിയിട്ട് ലെറ്റ്സ് എന്നും എഴുതാം. അത് രണ്ടും മുകളിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ലെറ്റസ് എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ഷാൾ വി എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടത്. ഉദാഹരണം നോക്കാം. ലെറ്റസ് ഹാവ് എ കപ്പ് ഓഫ് ടീ, നമുക്ക് ഒരു കപ്പ് ചായ കുടിക്കാം. അവിടെ സെന്റൻസ് ആരംഭിക്കുന്നത് ലെറ്റസ് എന്നാണ്. അതുകൊണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് മറ്റൊന്നും നോക്കേണ്ടതില്ല, ഷാൾ വി എന്നാണ് എഴുതേണ്ടത്. ഒരു കേട്ടൽ പരീക്ഷയിലെ തന്നെ ചോദ്യം, ആഡ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്.
യോജിച്ച ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കുക. ലെറ്റസ് ഫോർ എ വാക്ക്, ലെറ്റസ് ഗോ ഫോർ എ വാക്ക് എന്ന അർത്ഥത്തിലായിരിക്കാം പറയുന്നത്. നമുക്ക് ഒന്ന് നടക്കാൻ പോവാം. ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്? ലെറ്റസ് എന്നാണ് തുടക്കത്തിലുള്ളത്. ലെറ്റ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഷാൾ വി എന്നാണ് തയ്യാറാക്കേണ്ടത്. അപ്പൊ സി ആണ് ഉത്തരം, ഷാൾ വി. മറ്റൊരു കേട്ടൽ പരീക്ഷയിലെ ചോദ്യം, ലെറ്റസ് ടോക്ക് അബൌട്ട് ക്ലോത്ത്. നമുക്ക് ഈ വസ്ത്രത്തെ കുറിച്ച് സംസാരിക്കാം. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ശരിയായ ക്വസ്റ്റ്യൻ ടാഗ് തിരഞ്ഞെടുക്കുക. ഇവിടെ സെന്റൻസ് ആരംഭിക്കുന്നത് ലെറ്റ്സ് എന്നാണ്, അഥവാ ലെറ്റസ് എന്നാണ്. അപ്പോൾ ലെറ്റസ് അഥവാ ലെറ്റ്സ് എന്ന് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് ഷാൾ വി എന്നായിരിക്കണം. അപ്പൊ സി ആണ് ഉത്തരം, ഷാൾ വി. ഒരു കേട്ടൽ പരീക്ഷയിലെ ചോദ്യം തന്നെയാണ്. ഇറ്റ് ഈസ് എ സണ്ണി ഡേ. ഇത് നല്ല വെയിലുള്ള ഒരു ദിവസമാണ്. ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ്. നമുക്കൊരു റൈഡിന് പോവാം. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പെട്ടെന്ന് തന്നെ പറയാം, ലെറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഷാൾ വി എന്നായിരിക്കും. ബി ആണ് ഉത്തരം, ഷാൾ വി. എന്നാൽ സെന്റൻസ് ആരംഭിക്കുന്നത് ലെറ്റ് മീ, ലെറ്റ് ഹിം, ലെറ്റ് ദം എന്നൊക്കെയാണെങ്കിൽ അവിടെ നമ്മൾ വിൽ യു എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് പറയേണ്ടത്. ലെറ്റ് മീ അല്ലെങ്കിൽ ലെറ്റ് ഹിം, അതും അല്ലെങ്കിൽ ലെറ്റ് ദം, ഇങ്ങനെയാണ് സെന്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ നമ്മൾ വിൽ യു എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് പറയേണ്ടത്. ലെറ്റ് മീ യൂസ് യുവർ ബുക്ക്, അപ്പോൾ നമ്മൾ വിൽ യു എന്നാണ് പറയേണ്ടത്. ലെറ്റ് ഹിം ഗോ ടു സ്കൂൾ, വിൽ യു. ലെറ്റ് ദം പ്ലേ, വിൽ യു. അപ്പോൾ ലെറ്റ് മീ, ലെറ്റ് ഹിം, ലെറ്റ് ദം, അങ്ങനെയാണ് വരുന്നതെങ്കിൽ വിൽ യു എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കേണ്ടത്. മറ്റൊരു കേട്ടൽ പരീക്ഷയിലെ ചോദ്യം, ഹെർ ഫാദർ വോണ്ട് ഡു ഇറ്റ്. അവളുടെ അച്ഛൻ ഇത് ചെയ്യില്ല. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ തയ്യാറാക്കും? ഇവിടെയുള്ള ഓക്സിലറി വെർബ് ഏതാണ്? വോണ്ട് എന്നത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ വിൽ നോട്ട് എന്നാണ്. ഹെർ ഫാദർ വിൽ നോട്ട് ഡു ഇറ്റ്. വിൽ നോട്ട് എന്നതിനെയാണ് വോണ്ട് എന്നാക്കിയിരിക്കുന്നത്. അപ്പോൾ വിൽ എന്ന ഓക്സിലറി വെർബാണ് അവിടെ ഉള്ളത്. പിന്നെ ആ സെന്റൻസ് നെഗറ്റീവ് ആണ്, വോണ്ട് എന്നാണ്, അഥവാ വിൽ നോട്ട് എന്നാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോട്ട് ചേർക്കേണ്ടതില്ല. അപ്പോൾ സിഒ ഡിഒ ആയിരിക്കും ഉത്തരം. രണ്ടിലും വിൽ എന്നാണ് തുടങ്ങുന്നത്, രണ്ടിലും നോട്ട് ഇല്ല താനും. പിന്നെ ഹി ആണോ ഷീ ആണോ ചേർക്കേണ്ടത്? ഹെർ ഫാദർ, അവളുടെ അച്ഛനാണ്. അവളുടെ അച്ഛനാണ് സബ്ജക്റ്റ്, അതുകൊണ്ട് പുരുഷനാണ്. അപ്പൊ ഡി ആണ് ഉത്തരം, വിൽ ഹി എന്നാണ് ഉത്തരം. ഡി ആണ് ഉത്തരം. മറ്റൊരു കേട്ടൽ പരീക്ഷ, യു ഡോണ്ട് ലൈക്ക് സിൽക്ക് സാരീസ്. നീ സിൽക്ക് സാരികൾ ഇഷ്ടപ്പെടുന്നില്ല. ഇതിലെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ്? ഇതിലേക്ക് നോക്കുമ്പോൾ ഇതിൽ ഓക്സിലറി വെർബായിട്ട് ഡു കാണാം, അതുകൊണ്ട് ഡു നമ്മൾ എടുക്കുന്നു. ഡോണ്ട് എന്നുള്ളത് കൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് ഡു എന്നതിന്റെ കൂടെ ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ചേർക്കേണ്ടതില്ല. പിന്നെ സബ്ജക്റ്റ് ആയിട്ട് യു തന്നെയുണ്ട്, അപ്പോൾ ഡു യു. ബി ആണ് ഉത്തരം, ഡു യു.